എരുമേലിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് മുണ്ടക്കയത്തേക്ക് പോകുമായിരുന്നു. അപ്പോൾ ഞാനും രതീഷ് മാത്രമേ ഉള്ളായിരുന്നു. അപ്പോൾ നമ്മൾ തുടക്കത്തിൽ നല്ല പേടിയുണ്ടായിരുന്നു. അതിനിടയ്ക്ക് ഇദ്ദേഹം നമ്മുടെ കൂടെ ജോയിൻ ചെയ്തു. ഇദ്ദേഹം നമുക്ക് വഴിയൊക്കെ പറഞ്ഞു തന്നു. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും മാത്രം ഉള്ളതുകൊണ്ട് വളരെയധികം ടെൻഷനായിരുന്നു. അപ്പോൾ അതിനുശേഷം കുറേ ദൂരം നടന്നു, ഏകദേശം ഒരു 3-4 കിലോമീറ്റർ നടന്നതിന് ശേഷം നമ്മളൊരു ചായക്കടയിൽ ഇപ്പോൾ കുറേ അയ്യപ്പന്മാരെ കണ്ട്. അപ്പോൾ അപ്പോഴാണ് സത്യം പറഞ്ഞാൽ നമുക്കൊരു മനസമാധാനമായത്. അപ്പോൾ അവരൊരു 5-6 പേരുണ്ട്, കൊടുങ്ങല്ലൂർക്കാരാണ്. അപ്പോൾ അവരോടൊപ്പമാണ് ഇനി അടുത്ത് നമ്മൾ യാത്ര ചെയ്യുന്നത്. ആരെ കാണാൻ ആരുടെ കെട്ട് ആരുടെ കെട്ട് സ്വാമിയെ കണ്ടാൻ സ്വാമിയേ അയ്യപ്പോ സ്വാമിയേ സ്വാമിയേ അയ്യപ്പോ 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 അയ്യപ്പ 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 അയ്യപ്പോ സ്വാമിയേ അയ്യപ്പോ 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 അയ്യപ്പ അയ്യപ്പ അയ്യപ്പോ സ്വാമിയേ അയ്യപ്പോ. ഒരാഴ്ച 2 ദിവസം കൊടുക്കും. സ്വാമിയേ അയ്യപ്പോ അയ്യപ്പ അയ്യപ്പോ 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 സ്വാമിയേ അയ്യപ്പോ അയ്യപ്പ അയ്യപ്പ അയ്യപ്പോ 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 ഗുരുവിൻ ഗുരുവേ അയ്യപ്പോ ഗുരുവിൻ ഗുരുവേ അയ്യപ്പോ അയ്യപ്പ 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 അയ്യപ്പോ സ്വാമിയേ അയ്യപ്പോ. അപ്പോൾ നമ്മൾ നടന്ന് ഒരു നാരങ്ങ വെള്ളം കുടിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പം ഈ നടന്നു വരുന്ന സമയത്തൊക്കെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് ചെരുപ്പൊക്കെ ഉണ്ട്, ഇവിടുന്ന് നമുക്ക് യൂസ് ചെയ്യാം. അത് വളരെ വലിയൊരു അനുഗ്രഹമാണ് കാലിനൊക്കെ നടക്കാൻ പറ്റാത്ത ആളുകൾക്ക്, അതോടൊപ്പം തന്നെ ആദ്യമായിട്ട് വരുന്ന ആളുകൾക്ക്. പിന്നീട് നമ്മൾ ഇവിടുന്ന് ഒരു നാരങ്ങ വെള്ളം കുടിച്ചിട്ട് യാത്ര പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ശരണയ്യപ്പോ 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 അയ്യപ്പോ ശരണയ്യപ്പോ 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 അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ അയ്യപ്പോ അയ്യാമിയേ സ്വാമിയപ്പ അയ്യപ്പ ശരണമപ്പ അയ്യപ്പ ശരണമപ്പ അയ്യപ്പ കാനനവാസ അയ്യപ്പ കലിയുഗ വരദ അയ്യപ്പ ഇല്ലാളി വീര അയ്യപ്പ അയ്യപ്പോ 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 ശരണയ്യപ്പോ 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 ശരണയ്യപ്പോ
ഇപ്പോൾ നമ്മൾ കാളകെട്ടി ക്ഷേത്രത്തിൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് ശിവനും പാർവതിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. പ്രധാനമായിട്ടും നമ്മുടെ ഒരു രണ്ടാമത്തെ ഡെസ്റ്റിനേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ ആദ്യത്തെ ഡെസ്റ്റിനേഷൻ എരുമേലിയിൽ നിന്ന് ഏകദേശം 6 കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ നമ്മൾ കോയിക്കൽക്കാവ് എന്ന് പറയുന്ന ഫോറസ്റ്റ് ആയിരുന്നു, ഫോറസ്റ്റിൻ്റെ എൻട്രി ആയിരുന്നു, അല്ലെങ്കിൽ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് ആയിരുന്നു നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ. അവിടുന്ന് ഏകദേശം നമ്മൾ വീണ്ടും 6 കിലോമീറ്റർ സഞ്ചരിച്ച് നമ്മളിപ്പോൾ കാളകെട്ടിയിലെത്തിയിരിക്കുകയാണ്. കാളകെട്ടി ക്ഷേത്രത്തിലെത്തിയിരിക്കുകയാണ്. ഇവിടുത്തെ ക്ഷേത്രത്തിലെ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. അതിനുശേഷം നമ്മളിവിടെ അല്പനേരം വിശ്രമിച്ചതിന് ശേഷം വീണ്ടും നമ്മൾ യാത്ര തുടരാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ കാളകെട്ടിയിൽ നിന്നാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ കഞ്ഞിയും പയറും പപ്പടവും അച്ചാറും കൂട്ടിയാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഇത് കഴിച്ചതിന് ശേഷം നമ്മൾ അഴുതയിലേക്കുള്ള യാത്ര നമ്മൾ തുടരുന്നതായിരിക്കും. ഇപ്പോൾ നമ്മൾ അഴുതാ നദിയിലാണുള്ളത്. അപ്പോൾ ഇവിടുന്ന് കല്ല് മുങ്ങിയെടുത്തതിന് ശേഷം അയ്യപ്പന്മാർ കല്ലിടാൻകുന്നിൽ കൊണ്ട് കല്ലിടും അല്ലേ. അപ്പോൾ ആ ഒരു കർമ്മം ചെയ്യാൻ വേണ്ടിയാണ് നമ്മളിവിടെ വെയിറ്റ് ചെയ്യുന്നത്. അല്ല, നമ്മളിവിടെ മുങ്ങി കല്ലുകൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇനിയും കൊണ്ടുവന്നിട്ട് കല്ലിടാൻകുന്നിൽ കൊണ്ടുവിടണം. അപ്പോൾ നമ്മളിനിയും അഴുതാമല കയറാൻ പോവുകയാണ്. ആ കാഴ്ചകളാണ് നമ്മളിനി പ്രേക്ഷകരെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ കല്ല് മുങ്ങിയെടുക്കുന്ന ഒരു ചടങ്ങാണ് നമ്മൾ കാണുന്നത്. കല്ല് മുങ്ങിയെടുത്തിട്ടുണ്ട്. കല്ല് കിട്ടിയ ആളുകളൊക്കെ കല്ലെടുത്തിട്ടുണ്ട്. ഈ കല്ലാണ് നമ്മൾ കല്ലിടാൻകുന്നിൽ കൊണ്ടുവന്ന് ഇടാൻ പോകുന്നത്. ഓക്കെ, നമുക്കിനി യാത്ര തുടരാം. ഹരിതാകയറ്റം കയറാം. അപ്പോൾ നമ്മൾ ഹരിതാ നദിയിലെ സ്നാനമൊക്കെ കഴിഞ്ഞിട്ട് ഹരിതാകയറ്റം കയറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഏതാണ്ട് ഒരു ഡെൻസ് ഫോറസ്റ്റിനകത്തിലോട്ട് പോകുന്ന ഫീലാണ് ഇപ്പോൾ ഉള്ളത്. അതോടൊപ്പം തന്നെ നല്ല കിതപ്പുണ്ട്. അപ്പോൾ നമ്മൾ അഴുതാമല ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ക്ഷീണിച്ച് ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ പോകുന്ന ഓരോരോ പോയിന്റിൽ ഇത് കണക്ക് നമുക്ക് മോരും വെള്ളവും സോഡാ നാരങ്ങയൊക്കെ കുടിച്ച് അങ്ങനെ കുറച്ച് റെസ്റ്റ് എടുക്കാനുള്ള സംവിധാനം കൂടി ഇവിടെ എല്ലാം ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അഴുതാമല കയറ്റം ഏകദേശം ഒരു 3/4 ഭാഗം എത്തിയെന്നാണ് പറയുന്നത്. ഇനിയും കയറാനുണ്ട്. നമ്മളിപ്പോൾ കല്ലിടാൻകുന്നിലാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ അഴുതാ നദിയിൽ നിന്ന് കളക്ട് ചെയ്ത കല്ലുകളൊക്കെയാണ് ഇവിടെ സമർപ്പിക്കുന്നത്. അതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇവിടെ എല്ലാം നമുക്ക് ഒരുപാട് ചെറുമ്പലുമായ ഒരുപാട് കല്ലുകൾ നമുക്കിവിടെ കാണാൻ കഴിയും. അപ്പം നമ്മൾ അവിടെ നിന്ന് അഴുതാ നദിയിൽ നിന്ന് കളക്ട് ചെയ്ത കല്ലുകളിവിടെ പ്രാർത്ഥിച്ചതിന് ശേഷം നമ്മളിവിടെ സമർപ്പിക്കുകയാണ്. നമ്മൾ പറഞ്ഞ പോലെ നമുക്ക് ഇത്തരത്തിലുള്ള ഒരുപാട് എന്താണ് പറയുക, ഫുഡൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന സ്റ്റേഷൻസാണ്. പ്രധാനമായിട്ട് ഇവിടുത്തെ ഈ നാട്ടുകാർ തന്നെയാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഈ ആൾത്താരയിലൂടെ, ഈ കാട്ടിലുള്ള ആൾത്താരയിലൂടെ കൂടുതൽ ആളുകൾ വരുമ്പോഴായിരിക്കും ഇവർക്കും കൂടുതൽ ബിസിനസ് ചെയ്യുന്നത്. അവർ തന്നെയാണ് ഈ വഴികളും ബാക്കിയുള്ള സംവിധാനങ്ങളൊക്കെ മാനേജ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന സുഹൃത്തുക്കളൊക്കെ ആണെങ്കിൽ ഒരു 2 ദിവസം ഉണ്ടെങ്കിലും തീർച്ചയായും 2 ദിവസം വേണം എന്താണ് പറയുക ഈ വഴി പോകാൻ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ വളരെ നമുക്ക് ഒരു ബുദ്ധിമുട്ടല്ല, ഒരു സ്ട്രെച്ച് അനുഭവപ്പെടും. അപ്പോൾ നമ്മൾ അടുത്തൊരു പോയിന്റിൽ പോയി റെസ്റ്റ് എടുത്തതിന് ബാക്കി നടത്തും നാളെയാണ് ചെയ്യുന്നത്. അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്യാൻ നമുക്ക് സമയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ കാണുന്ന പോലെ എക്സ്പീരിയൻസ് ചെയ്താൽ നല്ലൊരു അനുഭവമായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ വീണ്ടും നമ്മൾ കല്ലടാംകുന്നിൽ നിന്ന് യാത്ര തുടരുകയാണ്. ആ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊരു അയ്യപ്പ ക്ഷേത്രമാണ്. ഒക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. അഴുതാമല കയറ്റം കഴിഞ്ഞിട്ട് ഇനി അഴുതാമല ഇറങ്ങുകയാണ്. അപ്പോൾ ഇനി കയറ്റം കയറുന്നതൊക്കെയല്ല, കയറ്റം കയറുമ്പോൾ നമുക്ക് കിതപ്പൊക്കെ ആയിരിക്കും കൂടുതൽ. ഇനി ഇറങ്ങുമ്പോൾ നമ്മുടെ മുട്ടിലും കാലിനൊക്കെ ആയിരിക്കും ബുദ്ധിമുട്ട് അനുഭവിക്കാൻ പോകുന്നത്. അപ്പം ഇറങ്ങുന്ന കാഴ്ചയാണ് ഞങ്ങൾ ഇനി അടുത്തായിട്ട് കാണാൻ പോകുന്നത്. ശരണയ്യപ്പോ 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 അയ്യപ്പോ ശരണയ്യപ്പോ 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 ശരണയ്യ
ഈ തണുത്ത വെള്ളം, അതായത് ഈ വെള്ളം കുപ്പിയിലെടുത്താൽ കുപ്പി തന്നെ ഏതാണ്ട് ഫ്രീസായ അവസ്ഥയാണ്. അത്രയ്ക്ക് തണുപ്പുള്ള വെള്ളം. ഈ വെള്ളം നമ്മൾ അയ്യപ്പന്മാരെ കുടിക്കുകയാണ്. ഈ കാന ചോലയിലൂടെ വരുന്ന വെള്ളം എല്ലാവരും കുടിച്ചിട്ട് നമ്മൾ വീണ്ടും ഇവിടെ കുറച്ച് നേരം റെസ്റ്റ് എടുക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ശരിക്ക് അജ്ഞാമല ഇറങ്ങി നല്ല ക്ഷീണമുണ്ട്. വെള്ളം കുടിച്ച് കുറച്ച് നേരം വെയിറ്റ് ചെയ്തതിനു ശേഷം വീണ്ടും നമ്മൾ യാത്ര തുടരാനാണുള്ളത്. സ്വാമിയേ അയ്യപ്പോ നമ്മൾ രണ്ടാമത്തെ ദിവസം ഇവിടെ ആരംഭിക്കുകയാണ്. ഇന്നലെ നമ്മൾ മുക്കുഴി ഭദ്രകാളി ക്ഷേത്രത്തിനടുത്തായിട്ടാണ് നമ്മൾ വിധി വെച്ചത്. ഇവിടെയാണ് നമ്മൾ സ്റ്റേ ചെയ്തത്. ഫുഡും ഒക്കെ കഴിച്ചത് ഈ ഒരു ഭാഗത്തു നിന്നാണ്. ഇന്ന് രാവിലെ നമ്മൾ കുളിച്ച് ഫ്രഷായിട്ട് ഇവിടെ നിന്ന് യാത്ര ആരംഭിക്കാൻ പോവുകയാണ്. നമ്മൾ ആ കാഴ്ചകളിലേക്കും വിശേഷങ്ങളിലേക്കും നമുക്കായിട്ട് പോകാം. അപ്പോൾ നമ്മൾ സ്വാമിമാരൊക്കെ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് പ്രഭാത ഭക്ഷണം കഴിക്കുകയാണ്. അപ്പോൾ പൊറോട്ടയും കടലക്കറിയും ഉണ്ട്, അതോടൊപ്പം തന്നെ ചപ്പാത്തിയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. മുക്കുഴി ഇടത്താവളത്തിൽ നമ്മൾ താമസിച്ചത് ഈ ഫാമിലിയോടൊപ്പമാണ്. അപ്പോൾ ചേട്ടൻ്റെ പേരെന്താണ്? എൻ്റെ പേര് സതീഷ്. എൻ്റെ പേര് സതീഷ്. ഈ സ്ഥാപനത്തിൻ്റെ പേരെന്താണ്? ഈ ഒരു സംവിധാനം മണികണ്ഠ വിലാസം. മണികണ്ഠ വിലാസം. ഓക്കെ. അപ്പോൾ നിങ്ങൾ ഫാമിലി ആയിട്ടുണ്ട്. മോളുടെ പേരെന്താണ്? വൈക. വൈക. വൈക എത്രയാണ് പഠിക്കുന്നത്? 4-ലാണ്. ഓക്കെ, ഗുഡ്. മോൻ എവിടെയാണ് പഠിക്കുന്നത്? മോൻ എത്രയാണ് പഠിക്കുന്നത്? സെന്റ് ജോർജ് യു പി സ്കൂളിൽ. സെന്റ് ജോർജ് യു പി സ്കൂളിൽ. അപ്പം ചേട്ടാ, നിങ്ങളെ എങ്ങനെയാണ് ഇപ്പോൾ ഈ ഒരു സീസണിലാണോ ഇങ്ങനെ ഇവിടെ ആയിട്ട് വരുന്നത്? എന്താണ് അതിൻ്റെ ഒരു ഇത്? സീസണിൻ്റെ മാത്രം പരിപാടിയുള്ളൂ. വൃശ്ചികം 1-ാം തീയതി തുടങ്ങും. അതിന് ഇപ്പം ജനുവരി ഒരു 13-ാം തീയതിയോടുകൂടി തീരും. ഓക്കെ, സന്തോഷം. അതോടൊപ്പം തന്നെ ഞാൻ ആദ്യമായിട്ടാണ് ഈ കാനനപാത വഴി വരുന്നത്. അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വഴി ഒരിക്കലെങ്കിലും നിങ്ങൾ പോവുകയാണെങ്കിൽ, ഈ വഴി യാത്ര ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വരും വർഷങ്ങളിലും നമ്മൾ ഈ വഴി തന്നെ ആയിരിക്കും ചൂസ് ചെയ്യുന്നത്. അപ്പോൾ അത്രത്തോളം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇന്നലെ ഒരു ദിവസം ഉണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ കരിമല കയറാൻ പോവുകയാണ്. അപ്പോൾ ഇന്നലെ നമ്മൾ ഏകദേശം 20 കിലോമീറ്ററോളമാണ് സഞ്ചരിച്ചത്. ഇന്നിനിയും ഏകദേശം ഇനി ഒരു 18 കിലോമീറ്ററോളം പമ്പയിലോട്ടുണ്ട്. സന്നിധാനത്തേക്ക് അവിടെ നിന്ന് ഒരു 4 കിലോമീറ്റർ കൂടെ ഉണ്ട്. അത്രയും ദൂരം നമ്മൾ തരണം. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഇനി ഞാൻ വരാൻ ആഗ്രഹിക്കുകയാണ്. ഈ ഒരു കാനനപാത വഴി തന്നെ ആയിരിക്കും വരാനായിരിക്കും. നിങ്ങൾ ഒരിക്കലെങ്കിലും വന്നിട്ടില്ലെങ്കിൽ ഈ ഒരു പാത ഒന്ന് ട്രൈ ചെയ്യണം. അപ്പോൾ വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. അവിടോട്ടൊക്കെ നോക്കുകയാണെങ്കിൽ ഇവിടെ എല്ലാം നമുക്ക് പായൊക്കെ നിറത്തി നല്ല രീതിയിൽ തന്നെ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. വളരെ ഹാപ്പിയാണ്. ഈ ഒരു ഫാമിലിയുടെ സർവീസിൽ നമ്മൾ വളരെ ഹാപ്പിയാണ്. അയ്യപ്പോ അയ്യപ്പോ സ്വാമിയപ്പ സ്വാമിയപ്പ ശരണമപ്പ ശരണയ്യപ്പോ ശരണയ്യപ്പോ അയ്യപ്പോ ശരണയ്യപ്പോ. ശബരിമലയ്ക്ക് ആരെ കാണാൻ? സ്വാമിയെ കാണാൻ. ആരെ കാണാൻ? സ്വാമിയെ കാണാൻ. ആരുടെ കെട്ട്? സ്വാമിയുടെ കെട്ട്. ആരുടെ കെട്ട്? സ്വാമിയുടെ കെട്ട്. സ്വാമിയെ കണ്ടാൽ മോക്ഷം കിട്ടും. സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ സ്വാമിയേ ശരണയ്യപ്പോ ശരണയ്യപ്പോ അയ്യപ്പോ 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 ശരണയ്യപ്പോ അയ്യപ്പോ അയ്യപ്പോ. അയ്യപ്പോ അയ്യപ്പ അയ്യപ്പോ 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 അയ്യപ്പോ. ഞങ്ങളുടെ കൂടെ വന്ന സ്വാമിമാരൊക്കെ വളരെ പെട്ടെന്ന് തന്നെ പോയി. നമ്മളിങ്ങനെ പതുക്കെയാണ് നടക്കുന്നത്. അപ്പം ഞാനും രതീഷും മാത്രം ഞങ്ങൾ ഒറ്റപ്പെട്ട ഒരവസ്ഥയാണ് ഇപ്പോൾ. പക്ഷേ നല്ല കാംനെസ് ഉണ്ട്. എന്നാലും പേടിയുണ്ട്. ഇത് ടൈഗർ റിസർവൊക്കെ ആണല്ലോ, അപ്പോൾ പേടിയുണ്ട്. ആനയുടെ ശബ്ദം ഉണ്ടോയെന്നൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. എന്നാലും പേടിയുണ്ട്, അതോടൊപ്പം തന്നെ ശക്തിയുണ്ട്. അപ്പോൾ അങ്ങനെ ആ യാത്ര മുന്നോട്ട് പോവുകയാണ്. ഇന്ന് രാവിലെ ആയതുകൊണ്ട് തന്നെ നല്ല കാംനെസ്, കിളികളുടെ ശബ്ദം, കാടിൻ്റെ ഒരു ശാന്തത ഒക്കെ നമുക്ക് ആസ്വദിച്ച് തന്നെയാണ് യാത്ര മുന്നോട്ട് വന്നത്. അപ്പോൾ നല്ല കിതപ്പുണ്ട്. പക്ഷേ ഒന്ന് പറയുകയാണെങ്കിൽ ഇന്നലത്തെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിലും കുറച്ചുകൂടെ സ്മൂത്താണ്. എരുമേലിയിൽ നിന്ന് നമ്മൾ നടന്നു തുടങ്ങിയാണെന്ന് പറഞ്ഞല്ലോ. അതിനുശേഷം അരുതാമല കയറ്റ ഇറക്കവും അപ്പോൾ വന്ന വഴികളൊക്കെ കാളകെട്ടി അതൊക്കെ വന്ന് വെച്ച് നോക്കുമ്പോൾ ഇത് കുറച്ചുകൂടെ നല്ല പാതകളാണ്,
കുറച്ചുകൂടെ വളരെ വേഗത്തിൽ തന്നെ നമുക്ക് പോകാൻ പറ്റുന്നുണ്ട്. ഇന്ന് നമ്മുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ തന്നെ കരിമലയാണ്, പിന്നെ പമ്പ. ഏകദേശം 18 കിലോമീറ്ററോളം നടക്കണം. അപ്പോൾ നമ്മൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. പക്ഷെ നല്ല ഒരു എക്സ്പീരിയൻസ് ആണ്. കുഴി ഭദ്രകാളി ക്ഷേത്രത്തിൽ നിന്ന് നമ്മൾ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ വരുമ്പോൾ നമുക്കൊരു ഫോറസ്റ്റ് ഓഫീസൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അവിടെ എന്തോന്ന് ഉദ്യോഗസ്ഥരൊക്കെ സ്റ്റേ ചെയ്യുന്നു. പിന്നെ ഈ വരുന്ന വഴിയിൽ നമ്മൾ, അതായത് മുക്കുറ്റി ഭദ്രകാളി ക്ഷേത്രം കഴിഞ്ഞ് നമ്മൾ ഈ കരിമലയിലേക്ക് പോകുന്ന വഴിയിൽ കുറേ സ്ഥലത്ത് എന്താ പറയുക, നമുക്ക് ലൈവ് ആനപ്പിണ്ടം കണ്ടു. എനിക്ക് തോന്നുന്നു ആനകളൊക്കെ കൂട്ടമായിട്ട് തന്നെ പോകുന്ന ഒരു സംഭവമാണെന്ന് തോന്നുന്നു. എങ്ങനെ നമുക്ക് തൊട്ട് തന്നെ, അല്ലെങ്കിൽ രാത്രി കാലങ്ങളിൽ ആനകൾ നന്നായിട്ട് പാസ് ചെയ്താൽ അത്രത്തോളം നമ്മൾ ലൈവ് ആനപ്പെണ്ണുകളൊക്കെ കണ്ടായിരുന്നു ഈ ഒരു ഏരിയയിൽ. എനിക്കൊന്ന് ഫോറസ്റ്റുകാർ അതുകൊണ്ടൊക്കെ തന്നെയാണ് ആളുകളെ ഒരുപാട് ടൈമിങ്സ് വെച്ച് കടത്തി വിടുന്നത് അല്ലെങ്കിൽ നിയന്ത്രിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇനി വീണ്ടും നമ്മൾ അടുത്ത ഏരിയയിലേക്ക് എൻ്റർ ചെയ്യാൻ പോവാണ്. നമ്മൾ മറ്റൊരു ഇടത്താവളത്തിലേക്ക് എത്തുകയാണെന്ന് തോന്നുന്നു. അയ്യപ്പോ സ്വാമിയേ, അയ്യപ്പോ അയ്യപ്പ അയ്യപ്പ അയ്യപ്പോ 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 ഗുരുവിൻ ഗുരുവേ അയ്യപ്പോ ഗുരുവിൻ ഗുരുവേ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയപ്പ ശരണമപ്പ ശരണമപ്പ അയ്യപ്പ 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 ഇപ്പം എനിക്ക് തോന്നുന്നത് ഇത് കറണ്ട് ഉപയോഗിക്കാനുള്ള വേലിയാണെന്ന് തോന്നുന്നു. അവിടെ സോളാറുണ്ട്, ബാറ്ററി ഉണ്ട്. അപ്പോൾ ഈ ആനകളെ വന്യമൃഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കാനാണെന്ന് തോന്നുന്നു. അങ്ങനെ ഒരു സംവിധാനം നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. പല ഭാഗത്തും ഇത്തരത്തിലുള്ള ക്യാമ്പുകൾ അല്ലെങ്കിൽ ഇടത്താവളങ്ങളൊക്കെ നിർമ്മിച്ചു വരുന്നേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ജനുവരി ഒക്കെ ആകുമ്പോൾ, അല്ല ഡിസംബർ പകുതിയൊക്കെ ആകുമ്പോഴായിരിക്കും ഇത് ഫുൾ സിങ്ങാകാൻ പോകുന്നത്. അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെയാണ് നമുക്ക് കാടിനുള്ളിൽ തന്നെ കാണാൻ പറ്റുന്നത്. എൻ്റെ അമ്മ നിങ്ങളുടെ അത്രയും വലിപ്പമുണ്ടല്ലേ? അപ്പോൾ എനിക്ക് തോന്നുന്ന വലിയൊരു മരം കടപുഴകി നിന്നിരിക്കുകയാണ്. എൻ്റെ അമ്മ ഒരു പീസ് ഒരു വഴിക്ക് മാത്രം എടുത്തിട്ടുള്ളൂ. ഇത് പിഴുതു വീണാന്ന് തോന്നുന്നല്ലേ? അതായത് കാനനപാതയിലേക്ക് ഒരു മരം പിഴുതു വീണിട്ടുണ്ട്. ഇവിടെ മനുഷ്യർ നിൽക്കുന്നതാണ്. അവരുടെ അത്രത്തോളം ഉണ്ട് അതിൻ്റെ വണ്ണം തന്നെ. അത് ഇത്രയും വലിപ്പമുണ്ടല്ലേ? അപ്പോൾ ഇത് പിന്നെ വഴിക്ക് വേണ്ടി, നമ്മുടെ വഴി മുടങ്ങാതിരിക്കാൻ വേണ്ടി അവർ ഫോറസ്റ്റ് ഷോപ്പാണെന്ന് തോന്നുന്നല്ലേ, അവർ മുറിച്ച് മാറ്റിയിരിക്കുകയാണ്. സത്യം ഇങ്ങനെ തടി കാണാൻ പോലും പറ്റത്തില്ല, ഇത്രയും വലിപ്പമുള്ളതല്ലേ. മറ്റൊരു ഇടത്താവളത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ പുതുശ്ശേരി ഇടത്താവളം അതാണ് അതിൻ്റെ പേര്. അപ്പോൾ പെരിയാർ ടൈഗർ റിസർവാണ് നിയോഗിച്ചിട്ടുണ്ട്. ഇവിടുത്തെ ഇടത്താവളത്തിൻ്റെ കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത്. ഇവിടെ കുറേയധികം അയ്യപ്പന്മാർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ പുതുശ്ശേരി ഏരിയ കവർ ചെയ്യുകയാണ്. അടുത്ത ഡെസ്റ്റിനേഷനിലേക്കുള്ള യാത്രയാണ് നമ്മളിപ്പോൾ. ഇവിടെ ഒരു ഫോറസ്റ്റ് ഓഫീസ് കാണുന്നുണ്ട്. ഫോറസ്റ്റ് ഓഫീസിന് ചുമ്പിൽ കിടങ്ങൊക്കെ ഉണ്ട്. ആനയൊക്കെ വരുമ്പോൾ വീഴാൻ വേണ്ടിയായിരുന്നു തോന്നുന്നു. അതൊരു ഫോറസ്റ്റ് ഓഫീസാണ് കാണുന്നത്. ഇതാണ് ഇവിടെ നിന്നുള്ള കാഴ്ചകൾ നമുക്ക് കാണാനുള്ളത്. നമ്മൾ പുതുശ്ശേരി ഇടത്താവളത്തിനടുത്തുള്ള കരിക്കിലാന്തോടം എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. വളരെ നീറ്റായിട്ടുള്ള വെള്ളം, അടിപൊളി, സൂപ്പർ. ഇവിടെ കല്ലടക്കി ഒരു ഇടമാർക്ക് വളരെ പെട്ടെന്ന് നടക്കാൻ രീതിയിൽ സംവിധാനം ചെയ്തിട്ടുണ്ട്. ഒരുപാട് അയ്യപ്പന്മാരിവിടെ കുളിക്കുന്നതൊക്കെ കാഴ്ചകളും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്.
ശബരിമലയ്ക്ക് കെട്ടും കെട്ടി ശബരിമലയ്ക്ക് ആരെ കാണാൻ സ്വാമിയെ കാണാൻ ആരെ കാണാൻ സ്വാമിയെ കാണാൻ ആരുടെ കെട്ട് സ്വാമിയുടെ കെട്ട് ആരുടെ കെട്ട് സ്വാമിയുടെ കെട്ട് സ്വാമിയെ കണ്ടാൽ മോക്ഷം കിട്ടും സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ സ്വാമിയേ അയ്യപ്പോ 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 പ്രശസ്തമായ കരിമലക്കയറ്റം ആരംഭിക്കുകയാണ്. അപ്പോൾ നമ്മൾ കരിമലയുടെ ചുവട്ടിലെത്തിയിട്ട് നമ്മൾ കയറി തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ 3ഓ 4ഓ തട്ടുകളുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും അറിയാം, നമുക്ക് പാട്ടുകളിലൂടെയൊക്കെ ഫെമിലിയറാണ് കരിമല കയറ്റം, ശരണം പൊന്നയ്യപ്പ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പാട്ടുകളൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കരിമല കയറ്റത്തിൻ്റെ കാഴ്ചകളാണ് അടുത്തായിട്ട് കാണാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ കൂടെ വന്ന അയ്യപ്പന്മാരൊക്കെ ഇവിടെ റെസ്റ്റ് ചെയ്യാണ്. നമ്മൾ കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് വീണ്ടും കയറി തുടങ്ങാൻ പോകും. അയ്യപ്പോ 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 സ്വാമിയേ അയ്യപ്പോ അയ്യപ്പ അയ്യപ്പ അയ്യപ്പോ 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 അയ്യപ്പോ. നമ്മൾ കരിമല കയറ്റത്തിൻ്റെ ആദ്യത്തെ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത 2ാമത്തെ ഘട്ടം കയറി തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ കരിമല കയറ്റം കയറുന്ന ഭാഗത്ത് നമുക്ക് അടിയന്തര വൈദ്യസഹായം കിട്ടാനുള്ള സംവിധാനമൊക്കെ ഉണ്ട്. അതിനുള്ള ആളുകളൊക്കെയാണ് ഇവിടെയുള്ളത്. അയ്യപ്പ 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 അയ്യപ്പോ സ്വാമിയേ അയ്യപ്പോ 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 സ്വാമിയേ അയ്യപ്പോ സ്വാമിയേ അയ്യപ്പ 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 ഗുരുനാഥ അയ്യപ്പ അയ്യപ്പ വീരമണികണ്ഠ അയ്യപ്പ 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 അയ്യപ്പോ സ്വാമിയേ അയ്യപ്പ ശരണമപ്പ അയ്യപ്പ പമ്പാവാസ അയ്യപ്പ പന്തളദാസ അയ്യപ്പ വില്ലാളി വീര അയ്യപ്പ സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ സ്വാമിയപ്പ അയ്യപ്പ ശരണമപ്പ അയ്യപ്പ സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ സ്വാമിയപ്പ അയ്യപ്പ ശരണമപ്പ അയ്യപ്പോ സ്വാമിയേ അയ്യപ്പോ. അപ്പോൾ നമ്മൾ കരിമല ടോപ്പിലെത്തിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് ക്ഷേത്രമൊക്കെ കാണാനുണ്ട്. അതോടൊപ്പം തന്നെ അന്നദാനം നടക്കുന്നുണ്ട്. അപ്പോൾ സ്വാമിമാർ നമ്മുടെ കൂടെ വന്ന് സ്വാമിമാരൊക്കെ കഞ്ഞി കുടിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് കഞ്ഞിയൊക്കെ കുടിച്ച് കുറച്ച് നേരം നമ്മൾ റിലാക്സ് ചെയ്തതിന് ശേഷമായിരിക്കും വീണ്ടും യാത്ര തുടരുന്നത്. കരിമലയിൽ ഒരു ഫോറസ്റ്റ് ക്യാമ്പ് കാണുന്നുണ്ട്. അതോടൊപ്പം കുളം, ക്ഷേത്രം, പിന്നെ അന്നദാനം, ഇതൊക്കെ ആണ് കരിമലയിൽ നിന്നുള്ള കാഴ്ചകൾ മുന്നോട്ട് നമുക്ക് വെക്കാനുള്ളത്. കരിമല കയറി കഴിഞ്ഞ് ഇനി അടുത്ത കരിമല ഇറക്കമാണ്. ഇവിടുന്ന് ഏകദേശം 1.5 മണിക്കൂറാകും പമ്പയിലെത്താനെന്നാണ് ഇവിടെയുള്ള ആളുകളൊക്കെ പറയുന്നത്. ഇപ്പോൾ ഞാൻ വീണ്ടും ഒറ്റയ്ക്കായി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൂടെ വരുന്ന ആളുകളൊക്കെ വർഷങ്ങളായിട്ട് ഈ കരിമല ചവിട്ടിയാണ് ശബരിമലയ്ക്ക് പോകുന്നത്. അവർക്ക് വളരെ സ്പീഡിൽ തന്നെ അവർ മുന്നോട്ട് പോകും. അടുത്ത ഡെസ്റ്റിനേഷനിൽ, അടുത്ത താവളത്തിൽ അവർ വെയിറ്റ് ചെയ്യാനുള്ളത്. ഞാൻ ആദ്യമായിട്ടാണ് കാനനപാത വഴി വരുന്നത്. അതുകൊണ്ട് എന്താണ് പറയുക, വളരെ പതുക്കെയാണ് നമുക്ക് പോകാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ കരിമല ഇറക്കത്തിലെ കാഴ്ചകളാണ് ഞാൻ അടുത്തായിട്ട് നിങ്ങളെ കാണിക്കുന്നത്. കരിമല കയറ്റം നിങ്ങൾ ഒരു പക്ഷേ വീഡിയോയിൽ കാണുമ്പോൾ 5-10 മിനിറ്റ് കൊണ്ട് നമ്മൾ കരിമല ടോപ്പിൽ എത്തിയതായിട്ടായിരിക്കും നിങ്ങൾക്ക് തോന്നുന്നത്. പക്ഷേ ഒരിക്കലും അങ്ങനെയല്ല. ഏകദേശം 2 മണിക്കൂറോളം ഞങ്ങൾ ശരിക്കും കഷ്ടപ്പെട്ട് എന്താണ് പറയുക, പല സ്ഥലങ്ങളിലും പല പോയിന്റുകളിലും ഇരുന്നിരുന്ന് റെസ്റ്റ് എടുത്താണ് ടോപ്പിലേക്ക് എത്തുക. അതിന് അതിൻ്റെ ഒരു എഫേർട്ട് ഉണ്ട് ആക്ച്വലി.
അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക. പിന്നീട് നമ്മൾ കരിമല ഇറക്കമാണ് ഇറങ്ങുന്നത്. ഇപ്പോൾ നോർമലി ഒരു പറയുന്നത് 1.5 മണിക്കൂർ കൊണ്ട് ഈ ഇറക്കം 1.5-2 മണിക്കൂറിനുള്ളിൽ പമ്പയിലെത്തുമെന്നാണ് പറയുന്നത്. അപ്പം ഓരോ ആളുകളുടെയും ഹെൽത്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്താണ് അതിൻ്റെ ഒരു എന്താണ് പറയുക ടൈമൊക്കെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. നമ്മളെപ്പോഴും നമ്മൾ മാക്സിമം റിലാക്സ് ചെയ്തു പോകുക എന്നുള്ളതാണ് എനിക്ക് പ്രധാനമായിട്ടും പറയാനുള്ളത്. അതായത് അവരവരുടെ ഹെൽത്ത് സ്ഥിതിയെ കുറിച്ച് ആലോചിച്ചിട്ടും വളരെ പതുക്കെ നിന്ന് അല്ലാതെ നമുക്ക് കിതപ്പൊക്കെ വരുവാണെങ്കിൽ നിന്നിട്ട് കിതപ്പ് മാറ്റിയൊക്കെ പോവാം. അല്ലാതെ പെട്ടെന്ന് നമ്മുടെ മുന്നേ പോയ ആളുകൾ പെട്ടെന്ന് പോയി അങ്ങനെ നമ്മളൊരിക്കലും സ്ട്രെയിൻ എടുക്കരുത്. അതാണ് എനിക്ക് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ കരിമല ഇറങ്ങിയിട്ടുണ്ട്. കരിമല ഇറക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും വളരെ എന്താണ് പറയുക, വളരെ കഷ്ടപ്പെട്ട് തന്നെയാണ് ഇറങ്ങിയത്. അപ്പോൾ നമ്മൾ റെസ്റ്റ് ചെയ്യുകയാണ്. റെസ്റ്റ് ചെയ്യുമ്പോൾ ഇവിടെ വന്നതാണ്ട് ഒരു കരിക്ക് കുടിച്ച് നല്ല മധുരമുള്ള കരിക്കായിരുന്നു. അതായത് നമ്മൾ ക്ഷീണിച്ചൊക്കെ വരുന്ന കരിക്ക് കുടിക്കുമ്പോഴുള്ള ആ ഒരു സന്തോഷം ഉണ്ടല്ലോ, നല്ല മധുരമുള്ള കരിക്ക് തന്നെയായിരുന്നു. അപ്പോൾ ആ ക്ഷീണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. കുറച്ച് നേരം നമ്മൾ റെസ്റ്റ് എടുക്കും. ഇവിടുന്ന് ഏകദേശം ഇനി 1.5 കിലോമീറ്റർ കൂടി ഉണ്ട്. 1.5 കിലോമീറ്റർ അത്രയാണ്, 2 കിലോമീറ്റർ കൂടെ ഉണ്ട് പമ്പയ്ക്ക് അങ്ങോട്ട് പോകണം. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, എരുമേലിയിൽ നിന്ന് പിന്നെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇടയ്ക്കൊന്നും കരിക്ക് കിട്ടത്തില്ല. നമ്മൾ ഈ ഒരു പോയിന്റിൽ വരുമ്പോഴാണ് നമുക്ക് കരിക്ക് കിട്ടുന്നത്. അപ്പോൾ കരിമല ഇറങ്ങിയിട്ടുണ്ട്. ഇനി അടുത്ത നമ്മുടെ ലക്ഷ്യം പമ്പയാണ്. പമ്പയിലേക്കുള്ള യാത്രയാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പോൾ കരിമല ഇറക്കം കഴിഞ്ഞ് അപ്പോൾ നമുക്ക് പമ്പാ തീരം ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ട്. പമ്പയുടെ തീരത്തുകൂടി നമ്മൾ നടക്കുകയാണ് പമ്പയിലേക്ക്. ഏകദേശം പമ്പയുടെ അടുത്ത് എത്താറായെന്ന് തോന്നുന്നു. ഏകദേശം 1 കിലോമീറ്റർ കൂടി ഉണ്ടെന്നാണ് പറയുന്നത്. കുറച്ചുകൂടെ ഓപ്പണായിട്ടുള്ള സ്പേസാണ്. കാടിൻ്റെ വന്യതയൊക്കെ അല്പം കുറഞ്ഞിട്ടുണ്ട്. ഓപ്പൺ സ്പേസ് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. നമ്മുടെ 2 ദിവസത്തെ ആദ്യത്തെ ഒരു ഡെസ്റ്റിനേഷനായിരുന്നു. 2 ദിവസത്തെ ഈ ഒരു എഫേർട്ടിൻ്റെ ആദ്യത്തെ ഡെസ്റ്റിനേഷൻ എത്തിയിരിക്കുകയാണ്. എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പമ്പ എപ്പോൾ എത്തും എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പമ്പ കണ്ട് പമ്പ എത്തിയതിലുള്ള അതിയായ സന്തോഷമുണ്ട്. ഇനിയും പമ്പയിൽ കുളിക്കണം. കുറച്ച് നേരം റെസ്റ്റ് എടുത്തതിന് ശേഷം നമ്മുടെ മല കയറ്റം ആരംഭിക്കും. അപ്പോൾ ഞങ്ങൾ ഈ കാട്ടിൽ കൂടെ നടന്ന് പമ്പയിലേക്ക് എത്തുന്ന കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. പമ്പയിലെത്തി. പമ്പയിലും സ്റ്റാളുകളൊക്കെ റെഡി ആയിക്കൊണ്ടേ ഉള്ളൂ. നമ്മളിപ്പോൾ ഒരു ഡേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നവംബർ 25 നവംബർ 26 അപ്പോൾ 2 ദിവസം നമ്മൾ കാടിനുള്ളിലൂടെ നടന്നാണ് ശബരിമല സന്നിധാനത്തിലെത്തിയത്. അപ്പോൾ ഇന്നലെ വൈകുന്നേരത്ത് സന്നിധാനത്തിലെത്തി. പക്ഷേ ദീപാരാധന കാണാനുള്ള ഭാഗ്യം, അതായത് ദീപാരാധനയുടെ സമയത്ത് അയ്യപ്പൻ്റെ മുന്നിൽ നിൽക്കാനുള്ള ഒരു ഭാഗ്യം നമുക്കുണ്ടായി എന്നുള്ളതാണ് വളരെ സന്തോഷകരമായൊരു കാര്യം. അതിനുശേഷം നമ്മളിവിടെ റൂമെടുത്ത് താമസിച്ചിട്ട് പിറ്റേ ദിവസം രാവിലെയാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. എന്തായാലും അയ്യനെ ആ ദീപാരാധന സമയത്ത് കാണാൻ കഴിയുമെന്ന് യാതൊരു പ്രതീക്ഷയുമില്ലായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു 2 ദിവസത്തോളം നമ്മൾ ആ കാട്ടിലൂടെയൊക്കെ വളരെ കഷ്ടപ്പെട്ട് വളരെ ഡെഡിക്കേഷനോടുകൂടി വന്നതുകൊണ്ടായിരിക്കാം അയ്യപ്പനെ നേരിൽ കാണാൻ സാധിച്ചത്. അതും ദീപാരാധന സമയത്ത് തന്നെ നേരിൽ കാണാൻ സാധിച്ചതെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ അതിലുള്ള അതിയായ സന്തോഷം നമ്മുടെ പ്രേക്ഷകരായിട്ട് പങ്കുവെക്കുകയാണ്. അപ്പോൾ ശബരിമലയിലെ കുറച്ച് കാഴ്ചകളിലൂടെ നമ്മൾ ഷൂട്ട് ചെയ്തതിന് ശേഷം നമ്മൾ പമ്പയിലേക്ക് ഇറങ്ങാണ്. തിരിച്ചു പോകാനുള്ള പ്ലാനിലാണ്. ശബരിമലയെക്കുറിച്ചുള്ള ഈ യാത്രാവിവരണം എല്ലാ പ്രേക്ഷകർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ ക്യാമറമാൻ രതീഷിനോടൊപ്പം സന്നിധാനത്ത് നിന്ന് കിരൺ ദീപു, നിക്കീസ് കഫേ.